കണ്ടിട്ട് കഴിക്കാൻ തോന്നുന്നുണ്ടോ? എനി ഗസ്സസ്, ഇന്നൊരു പലഹാരത്തിന്റെ റെസിപ്പിയാണേ. ഇന്ന് നമ്മൾ പുട്ടുണ്ടാക്കാൻ പോകുകയാണ്. പുട്ടിന്റെ കളർ കണ്ടിട്ട് ഏത് പുട്ടാണെന്ന് പറയാമോ? ഗോതമ്പ് പുട്ടാണെന്നാണോ ഉദ്ദേശിച്ചത്? അപ്പോൾ ഇന്നത്തെ ഡിഷിന്റെ മെയിൻ ഇൻഗ്രീഡിയന്റ് ഇതാണ് ഉണക്കിയ കൊള്ളി അല്ലെങ്കിൽ കപ്പ. അപ്പോൾ ഇന്നത്തെ ഡിഷ് കൊള്ളിപ്പുട്ട്. നിങ്ങൾ കഴിച്ചിട്ടുണ്ടോ? ഇനി നമുക്ക് കൊള്ളി പൊടിച്ചെടുക്കാം. അതിനായി കൊള്ളി മിക്സി ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. കപ്പ നന്നായി പൊടിച്ചെടുക്കാം. അതിൽ തരികളോ കട്ടകളോ ഒന്നും ഉണ്ടാവരുത്. പൊടി നമുക്ക് പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതുപോലെ വേണം കേട്ടോ പൊടിച്ചെടുക്കാൻ. ഇനി കട്ടകൾ വല്ലതും ഉണ്ടെങ്കിൽ നമുക്കത് കൈവച്ചൊന്ന് പൊടിച്ചു കൊടുക്കാം. അതിലേക്ക് ആവശ്യമായ ഉപ്പ് ചേർത്ത് കൊടുക്കാം. കുറച്ച് മാത്രം ഉപ്പ് ചേർത്താൽ മതിയേ. അതൊന്ന് നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. അതിലേക്ക് 1 ടീസ്പൂൺ ചിരകിയ തേങ്ങ ഇട്ട് കൊടുക്കാം. തേങ്ങ നന്നായി മിക്സ് ചെയ്തതിന് ശേഷം അല്പാൽപമായി വെള്ളമൊഴിച്ച് പൊടി നമുക്ക് നനച്ചെടുക്കാം. ആദ്യം തന്നെ കുറേ വെള്ളം ഒഴിക്കരുത്. വീഡിയോയിൽ കാണിക്കുന്നത് പോലെ കുറച്ചേശം വെള്ളം എടുത്ത് വേണം പൊടി നനച്ചെടുക്കാൻ. വെള്ളം ചേർക്കുമ്പോൾ പൊടി കട്ടയാകും. അത് ഉടച്ചു കൊടുക്കണേ. നിങ്ങൾ ഉണ്ടാക്കാറുണ്ടോ കൊള്ളിപ്പുട്ട്? ഉണ്ടാക്കാറുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണേ. ഇനി കുറച്ച് നേരത്തേക്ക് പൊടി നനയ്ക്കൽ തന്നെയാണ്. ബോറടിക്കുന്നുണ്ടെങ്കിൽ ഞാനൊരു ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ. കപ്പയുടെ ഉത്ഭവസ്ഥാനം എവിടെയാണെന്നറിയാമോ? ആൻസർ ലാസ്റ്റ് പറയാമേ. ഇതെന്താണെന്ന് മനസ്സിലായോ? പഴം ചേർക്കാതെയുള്ള ഹെൽത്തി ഡ്രിങ്കാണ്. പൊടി നനയ്ക്കുമ്പോൾ ശ്രദ്ധിക്കണം. വെള്ളം കൂടിയാൽ പുട്ട് റബ്ബർ പോലെയാവും. വെള്ളം കുറഞ്ഞാൽ പുട്ട് വേവുകയില്ല. പൊടി ഇങ്ങനെ ചെയ്യുന്നത് കട്ടകൾ ഉടയാനായാണ്. ഈ കാണുന്ന കൈ കണ്ടോ? അത് എൻ്റെ കൈയാ. വെറുതെ ഒരു സുഖത്തിന് പൊടിയെടുത്ത് പൊടിച്ചു നോക്കി. അപ്പോൾ എല്ലാ വീഡിയോയിലും പറയുന്നത് പോലെ തന്നെ ഞങ്ങളുടെ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. ഇപ്പോൾ നമ്മുടെ പൊടി ഏകദേശം നല്ലവണ്ണം നനച്ചെടുത്തിട്ടുണ്ട്. കാണുന്ന കട്ടകളെല്ലാം നമുക്ക് ഉടച്ചു കൊടുക്കാം. കുഞ്ഞു കട്ടകളൊന്നും കുഴപ്പമില്ല. കൊള്ളിപ്പുട്ട് നല്ല ചൂടോടുകൂടി കഴിക്കാനാണ് നല്ല ടേസ്റ്റ്. പിന്നെ ഇതിന് കറിയൊന്നും വേണ്ട. ഇനി പുട്ടുണ്ടാക്കുന്നതിനായി പുട്ടുപാത്രത്തിൽ വെള്ളം വയ്ക്കാം. ഞങ്ങളിവിടെ കുറച്ച് വെള്ളമാണ് വെച്ചിരിക്കുന്നത്. വെള്ളം തിളയ്ക്കുമ്പോൾ പുട്ടുകുറ്റിയിൽ കുറച്ച് തേങ്ങയിട്ട് അടുപ്പിൽ വെക്കാം. തേങ്ങ ഇട്ടില്ലെങ്കിലും കുഴപ്പമില്ല. ആവി പെട്ടെന്ന് വരാൻ ചെയ്യുന്നതാണിത്. ഇനി നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ശേഷം മിക്സ് ചെയ്യാം. നിങ്ങളിങ്ങനെ ചെയ്യാറുണ്ടോ? ചെയ്യുന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണേ. ഇനി പുട്ടുംകുറ്റിയിലേക്ക് ആദ്യം കുറച്ച് തേങ്ങയിട്ട് കുറച്ച് പൊടിയിട്ട് വീണ്ടും തേങ്ങയിടാം. സാധാരണ പുട്ടുണ്ടാക്കുന്നത് പോലെ തന്നെ. ഇനി അടുപ്പിൽ വയ്ക്കാം. ആദ്യത്തെ 2 മിനിറ്റ് ഹൈ ഫ്ലെയിമിലും പിന്നെ 3 മിനിറ്റ് ലോ ഫ്ലെയിമിലുമായിട്ടാണ് നമ്മളിത് വേവിക്കുന്നത്. ഫ്ലെയിമിനനുസരിച്ച് സമയത്തിൽ മാറ്റം വരാം. അധികം സമയം വേവിക്കരുത്. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോൾ നമ്മുടെ ഹെൽത്തി കപ്പപ്പുട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. ഞാൻ ആദ്യം ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിരുന്നു, ഓർമ്മയുണ്ടോ? ഉത്തരം ബ്രസീൽ. താങ്ക് യു.